അങ്ങനെ കുറച്ച് വാൾ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ അകത്തുണ്ട്. ഇപ്പോൾ ഫ്ലാപ്പ് ഡോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് യൂണിറ്റ്സ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഓപ്പൺ ക്യാബിനറ്റ്, ഇതുപോലെ ഇതൊക്കെ നമുക്ക് കട്ടിങ് വരുന്ന ഒരു വാളിലൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഇതാണ് നമ്മൾ നോർമലി കൊടുക്കുന്നത് ഒരു ഓപ്പൺ ക്യാബിനറ്റ്. പിന്നെ ഫങ്ഷണൽ ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് GTPT അങ്ങനെയുള്ള കുറച്ച് ആക്സസറീസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഫങ്ഷണൽ ക്യാബിനറ്റിൽ വന്നാലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പം അതിനകത്ത് ഇത് നമ്മൾ GTPT യൂസ് ചെയ്യണത് ഇതിൽ നമുക്ക് സൈസ് കൊടുത്തിട്ടുണ്ട്. 90 ആണ് കിടക്കുന്നത്. നമുക്ക് 2 ഓപ്ഷനുള്ളൂ, 60 ഓർ 90 സൈസിലാണ് നമ്മൾ GTPT നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 സൈസിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ടോൾ ക്യാബിനറ്റ് നമുക്കിവിടെ ആക്സസറിയോട് കൂടിയിട്ടുള്ളത് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് നോർമൽ ക്യാബിനറ്റ്സ് ആണ്. ഇപ്പോൾ ഇത് കട്ടിങ് വരുന്ന ടൈപ്പ് ക്യാബിനറ്റ്സ് ആണ്, നമ്മൾ യൂസ് ചെയ്യാറില്ല. വിത്ത് അപ്ലയൻസിൽ നമുക്ക് ഓവൻ വരുന്ന ടൈപ്പ് ടോൾ ക്യാബിനറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓവൻ വരുന്ന ടൈപ്പാണ് ഇത്. നമുക്ക് പ്രൊഫൈൽ ഹാൻഡിൻ്റെ ടോൾ യൂണിറ്റാണിത്. നമുക്ക് പ്രൊഫൈൽ ഹാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള ടോൾ യൂണിറ്റാണ്. നേരത്തെ കണ്ടത് നമുക്ക് ഹാൻഡിൽസ് മാത്രമായിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കിച്ചൺ അപ്ലയൻസ്, ഡെക്കോർ, കാറ്റലോഗ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് പാർട്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കുറച്ച് ടൂൾസ് ഉണ്ട്. കാരണം ഇത് കിച്ചണിൽ നിന്ന് എടുക്കുന്ന ക്യാബിനറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ പാനൽസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഈ പാർട്സിൽ കിട്ടും. ഇപ്പോൾ പാർട്സിൽ വന്നിട്ടുണ്ടെങ്കിൽ പാർട്സിൽ പാനൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഷെൽഫ്, അത് വ്യൂ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പാനൽസാണ്, നമുക്കത് ആവശ്യമില്ല. ഇതിൻ്റെ ഏറ്റവും താഴെ വരുമ്പം ഇങ്ങനത്തെ ഷെൽഫായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ച് ഒരു ക്യാബിനറ്റ് ഞാൻ ചൂസ് ചെയ്യാൻ പോവാം. ഞാനിപ്പോൾ ഒരു ഡബിൾ ക്യാബിനറ്റാണ് അവിടെ വെക്കുന്നത്. ഓരോ ക്യാബിനറ്റ് സെലക്ഷൻ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഫുൾ സെലക്ഷൻ ആയിരിക്കും. സെക്കൻഡ് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ നമ്മൾ എവിടെ വെച്ചിട്ടാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു പോർഷൻ ഡോറ് സെലക്ട് ആവും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഡോർ സെലക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡോറ് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കണം എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഡോർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മേളിലത്തെ ഓപ്ഷൻസിൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡോർ ഓപ്പൺ ആവും. എന്നിട്ട് ജസ്റ്റ് അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസും ആവും കേട്ടോ. അപ്പം നമുക്കിതിനകത്ത് ഇൻറ്റേർണൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതിനകത്തൊന്നുമില്ല. ഇതിൽ നമുക്ക് പാനൽസായിട്ട് ഷെൽഫ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പം നമുക്കിതിനകത്ത് വരുമ്പം പേഴ്സണൽ കാറ്റലോഗിൽ പോയിട്ട് നോക്കി നമുക്ക് പബ്ലിക്കിൽ തന്നെ കിച്ചണിൽ പബ്ലിക്കിൽ തന്നെ വന്നിട്ട് പാർട്സിൽ പോവാം. പാർട്സിൽ ഷെൽഫിൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഷെൽഫ് കിട്ടും. ഈ ഷെൽഫ് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് ക്ലോസറ്റിൽ പോയിട്ട് അവിടുത്തെ അല്ലെങ്കിൽ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഷെൽഫ് അറേഞ്ച് ചെയ്യാനായിട്ട് കിച്ചൺ ക്യാബിനറ്റ്സിൽ ഷെൽഫ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ അകത്ത് മാത്രം സെറ്റ് ആവുന്ന ഒരു ഷെൽഫാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു, കണ്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ മൗസ് ഒന്ന് മൂവ് ചെയ്തുള്ളൂ. അത് മൂവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് സെൻട്രലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ പൊസിഷൻ ആയിട്ടുണ്ടാവും, കണ്ടോ. ഇതിപ്പോൾ ഇതുപോലെ നമുക്ക് ഷെൽഫ് അറേഞ്ച് ചെയ്യാനൊക്കെ ഇത് നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ അതുപോലെ വെർട്ടിക്കലായിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇതുപോലെ വെർട്ടിക്കൽ പാർട്ടീഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ സെൻട്രലൈസ് ചെയ്ത് വെച്ച് നമുക്ക് കിട്ടത്തില്ല. കാരണം ഫസ്റ്റ് എന്ന വെർട്ടിക്കൽ വെച്ചിട്ട് നമ്മൾ പിന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള പാനൽ വെക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൊറിസോണ്ടലായിട്ടുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് വെർട്ടിക്കൽ ഇതുപോലെ ഹാഫ് പോർഷനായിട്ട് വരുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം, താഴേക്ക് കൊണ്ടുപോയി